അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബ ബിക്കും ജമീഅൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തുടങ്ങാം. നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഫിഅൽ മുദാരി എങ്ങനെ ആരംഭിക്കുക? ഒന്നുകിൽ അലിഫ്, യാ, താ, നൂന്, ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ദഹബ എന്ന ഫിഅലു മാളിയുടെ മുദാരി ആണ് യദ്ഹബു. ഓക്കെ ആണോ? യദ്ഹബു എന്ന് നമുക്ക് പറയാം, തദ്ഹബു എന്ന് പറയാം, അദ്ഹബു എന്ന് പറയാം, നദ്ഹബു, ഇങ്ങനെ 4 രീതിയിൽ പറയാം. അലിഫ്, യാ, നൂന്, താ, ഈ 4 വെച്ചിട്ട് പറയാം. ഇതിന് അർത്ഥങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഞാൻ പോയി എന്നതിന് അദ്ഹബു എന്ന് പറയാം, ഞാൻ പോയി. ഇനി ഞങ്ങൾ പോയി, ഞാനും നിങ്ങളും ഒക്കെ പാടെ പോയി, ലൈവ് നിർത്തി, ക്ലാസ് നിർത്തി പോവാണ്, അതിന് നമ്മൾ നദ്ഹബു, നമ്മൾ പോകുന്നു എന്ന് പറയും. തദ്ഹബു, അവളൊരു സ്ത്രീ പോകുന്നു. അല്ലെങ്കിൽ യദ്ഹബു, അവനൊരു പുരുഷൻ പോകുന്നു. മനസ്സിലായിട്ടുണ്ടോ? അദ്ഹബു, നദ്ഹബു, തദ്ഹബു ഒക്കെ മനസ്സിലായല്ലോ. ഇനി നോക്കേണ്ട ചോദ്യം ഇതാണ്, ഞാൻ പല്ല് തേക്കുക എന്നതിന് അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കുക ഉള്ളതിന് എന്താണ് ഇവിടെ ഉണ്ട്? യുനല്ലിഫു എന്നൊക്കെ പറയാം. യുനല്ലിഫു, വൃത്തിയാക്കാം. ഞാൻ വൃത്തിയാക്കി, എങ്ങനെ പറയാം? യുനല്ലിഫു ആണോ, തുനല്ലിഫു ആണോ, ഉനല്ലിഫു ആണോ, ന്യൂനല്ലിഫു ആണോ? പറഞ്ഞോ. ഉനല്ലിഫു ആണ്, സംശയമില്ലല്ലോ. നോക്ക്, അന ഉനല്ലിഫുൽ അസ്നാൻ, ഞാൻ എന്ത് ചെയ്തു? പല്ല് വൃത്തിയാക്കി. ഇനി നോക്ക്, നഹ്നു നുനല്ലിഫുൽ അസ്നാൻ, ഞങ്ങൾ പല്ല് വൃത്തിയാക്കി. എത്ര ആൾക്കാരുണ്ട്? 3 ആൾക്കാർ. നമ്മൾ 3 ആളുണ്ടാവും, ഞങ്ങൾ എന്നല്ലേ പറയാം. ഞങ്ങൾ എന്ത് ചെയ്തു? പല്ല് വൃത്തിയാക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. കൈ കഴുകുകയാണ്. ഓക്കെ, നോക്ക്, ഒരു കുട്ടി കൈ കഴുകുന്നതിന് യഅ്സിലു എന്നാ പറയാം. എന്താണ്? യഅ്സിലു എന്നാ പറയാം. ഇതിൻ്റെ ചോദ്യം ഇതല്ല, ഞാൻ ഒരാൺകുട്ടി അല്ലെങ്കിൽ ഒരാള്, ചിത്രത്തിൽ എത്ര ആൾ കൈ കഴുകുണ്ടാ? ഒരാളല്ലേ കൈ കഴുകുന്നത്. അപ്പോൾ ഒരാൾ കൈ കഴുകുന്നു അല്ലെങ്കിൽ ഞാൻ കൈ കഴുകുന്നു. ഇവിടെ നോക്ക്, അന ഡേഷ് അലിയത, ഞാൻ കൈ കഴുകുന്നു. ഞാൻ യഅ്സിലു ആണോ, തഅ്സിലു ആണോ, അഅ്സിലു ആണോ, നഅ്സിലു ആണോ? ഒന്ന് പറ. ഞാൻ എന്നതിന് അഅ്സിലു എന്നാണ് പറയുക. ഓക്കെ ആണോ? അഅ്സിലു, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കൈ കഴുകുന്നു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, 3 കുട്ടികൾ കൈ കഴുകുന്നുണ്ട്. ഒരു പറയാണ് നഹ്നു ഡേഷ് അലിയത, ഞങ്ങൾ കൈ കഴുകുന്നു എന്നാണ് ഒരു പറയുന്നത്. അവിടെ യഅ്സിലു എന്നാണോ, നഅ്സിലു എന്നാണോ, തഅ്സിലു എന്നാണോ, അഅ്സിലു എന്നാണോ പറയാ? നോക്ക്, ഞങ്ങൾക്കൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. അനയാണെങ്കിൽ അലിഫ് വെച്ചിട്ടായിരിക്കും ആരംഭിക്കുക. നഹ്നു ആണെങ്കിൽ നൂന് വെച്ചിട്ടായിരിക്കും ആരംഭിക്കുക. ഈ സാധനം ഓർമ്മ ഉണ്ടോ? ഈ സാധനങ്ങൾ മറക്കാതെ കൂടെ കൂട്ടുക. ഇനി പറയും, ഇവിടെ നെഹ്നു ആണ്, നൂനല്ലേ, നെഹ്നു അല്ലേ, അപ്പോൾ അഅ്സിലു ആണോ നഅ്സിലു ആണോ വരിക? യെസ്, ഞാൻ വരുമ്പോൾ ഞാൻ തന്നെ വരണം, നഅ്സിലു. നെഹ്നു വരുമ്പോൾ നഅ്സിലു. ക്ലിയർ ആണല്ലോ? ബാക്കി നോക്കുകയാണേ. നോക്ക്, അന ഡേഷ് അൽ മാ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കുടിക്കുന്നുണ്ട്. പറഞ്ഞോളണം. ഇവിടെ അന വന്നാൽ എന്ത് വരണം? അന വന്നാൽ ഫിഅലു മുദാരിഅൽ, യെസ്, അന അശ്രിബു, അന അശ്റബു ട്ടോ, അന അശ്റബു ആണ് കേട്ടോ. ശരിബ യശ്റബു, അശ്റബു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നോക്ക്, നഹ്നു ഡേഷ് അൽ മാ, ഞങ്ങൾ വെള്ളം കുടിക്കുന്നു. നഹ്നു വന്നാൽ അവിടെ എന്തായിരിക്കണം? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അനയാണെങ്കിൽ അലിഫ് വെച്ചിട്ട്, നഹ്നു ആണെങ്കിൽ നൂന് വെച്ചിട്ട്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നഹ്നു നശ്രിബു. ക്ലിയർ ആണെങ്കിൽ ഞാൻ അടുത്തയിലേക്ക് പോകുന്നു. നോക്ക്, യതനാവലു എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നു. യതനാവലു, ഭക്ഷണം കഴിക്കാണ്. അന ഡേഷ് അത്വാം, യതനാവലു എന്ന് തന്നിട്ടുണ്ട്. ഇനി അതനാവലു ആണോ, യതനാവലു ആണോ, യതനാവലു ആണോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തണം. ഓർത്തോളി, അന വന്നോണ്ട് അതനാവലു,
ക്ലിയർ ആണല്ലോ. നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. ഞങ്ങൾ മൂന്നാൾക്കാർ ഒരുമിച്ച് നല്ല ഫുഡ് അടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. നോക്ക്, നഹനു വന്നുകൊണ്ട് നതനാവലു. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. ഇത് നിങ്ങൾക്കുള്ളതാ, പറഞ്ഞോളി. ഒരു കുട്ടി അവിടെ ഈ തരാ യഖ്റഉ. യഖ്റഉ. ഇനി അന ഡാഷ് അൽ കിതാബ. ഞാൻ എന്ത് ചെയ്യുന്നു? ആ പുസ്തകം വായിക്കുന്നു. ഇവിടെ അന എന്നാണ്. അന എന്നായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏതാ എഴുതേണ്ടത്? അഖ്റഉ എന്നാണോ, നഖ്റഉ എന്നാണോ, തഖ്റഉ എന്നാണോ? അന എന്നാൽ പിന്നെ അലിഫ് കൊണ്ട് തുടങ്ങണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അന അഖ്റഉ. ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് നമ്മൾ പോവാണ്. 3 കുട്ടികൾ വായിക്കുക, നല്ല വായനയില അല്ലേ? നെഹ്നു ആണ് വരിക, അത് നമുക്കറിയാം. നെഹ്നു അൽ കിതാബ. പറഞ്ഞടാ. യഖ്റഉ. യഖ്റഉൽ ഏത് ഫോർമാറ്റാ വരിക? പറഞ്ഞോ. നെഹ്നു വന്നിട്ടുണ്ട്. അഖ്റഉ ആണോ, നഖ്റഉ ആണോ, തഖ്റഉ ആണോ? ഏതാണ്? നെഹ്നു. നെഹ്നു നഖ്റഉ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. ഡാൻസ് കളിക്കുകയാണ്. ചെക്കൻ അവിടെ ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് കളിക്കുന്നു എന്നതിന് യർക്കുസു എന്നാ പറയാം. യർക്കുസു, ഡാൻസ് കളിക്കുന്നു, നൃത്തം ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് അന ഡാഷ്. അന ഞാൻ ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ ഡാൻസ് കളിക്കുന്നു. അന അർക്കുസു എന്നാണോ, അന യർക്കുസു എന്നാണോ? എന്താണ്? അന വന്നുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അന അർക്കുസു. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. നെഹ്നു ആണ് വരിക. നെഹ്നു ആകുമ്പോൾ അർക്കുസു ആണോ, നർക്കുസു ആണോ? നർക്കുസു. ക്ലിയർ ആണല്ലോ. അടുത്തയിലേക്ക് പോകുന്നു. ചിരിക്കുന്നു എന്നതിന് യൽഹഖു. യൽഹഖു എന്നാ പറയാ. ചിരിക്കുന്നു, ഞാൻ ചിരിക്കുന്നു. അന വന്നാൽ പിന്നെ എന്ത് വരണം? അന അൽഹഖു. അടുത്തത് നോക്ക്. ഞാൻ 3 ആൾമാരെ പെരുഞ്ചിരി. അപ്പൊ എന്താ പറയാ? നഹ്നു നൽഹഖു. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഞാൻ ഒറ്റ കാര്യം പാടെ ഓർമ്മപ്പെടുത്താണ്. നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാണ്. അന വന്നു കഴിഞ്ഞാൽ അലിഫ് വെച്ചിട്ട് ഇപ്പോൾ അർക്കുസു, അൽഹഖു എന്നൊക്കെ വരണം. നഹ്നു വന്നു കഴിഞ്ഞാൽ നർക്കുസു, നൽഹഖു എന്ന് വരുന്ന നൂന് വെച്ചിട്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതാണ്. ക്ലിയർ ആണോ? ഒറ്റ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. അന എന്ന് കണ്ടാൽ അവിടെ ഫിഅൽ മുളാരിഅയിൽ അലിഫ് വെച്ചിട്ടാണ് ആരംഭിക്കേണ്ടത്. നഹ്നു എന്ന് കണ്ടാൽ ഫിഅൽ മുളാരിഅയിൽ നൂന് വെച്ചിട്ടാണ് ആരംഭിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും മഅസ്സലാം. നമ്മൾ റിവിഷൻ്റെ സമയത്ത് ഈ ഭാഗം നമ്മൾ ഒന്നുകൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് നമുക്ക് കാണാം. ഓക്കെ.